ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് മോർണിംഗ് റൊട്ടേഷൻ ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഇന്ന് ഒരു എന്താ പറയുക, ഒരു വല്ലായ്മയൊക്കെ ആയിരുന്നു, ഒരു ബോഡി പെയിനോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. പക്ഷേ എങ്കിലും പതിവായി എഴുന്നേൽക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വൈകിയൊക്കെ എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി. അപ്പവും പിന്നെന്താ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ആയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നിപ്പോൾ കടയിൽ പോയിട്ട് വന്നിട്ട് 12:45 ഞാൻ ഷോപ്പ് അടച്ചിട്ട് വന്നിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്. എനിക്ക് ഒരു ഓട്ടം പോയിക്കുകയാണ്. അപ്പോൾ ചോറ് ഞാൻ രാവിലെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെജിറ്റബിൾസ് ഒന്നുമില്ല, അപ്പോൾ കുറച്ച് ചെറുപയർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വെളുത്തിയെടുക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ പയർ, മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കുക്കറിലാക്കിയിട്ടുണ്ട്. കുറച്ച് ചെറുപുള്ളി നന്നാക്കി എടുത്തിട്ട് നമുക്കത് ചതച്ച് ഇതിലേക്കിട്ട് മിഴുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ ഉച്ചത്തെ പണിയൊക്കെ തീർന്നു കാണുമല്ലേ? ഞാൻ ഇന്ന് മൊത്തത്തിൽ ഒരു വല്ലായ്മയാണ്. പനിക്കാനാണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. ആകെ ഒരു വല്ലായ്മയും ക്ഷീണമൊക്കെയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു വല്ലായ്മയാണ്. ഇരിക്കാനും പറ്റില്ല, എനിക്കും പറ്റില്ല, മക്കൾക്കും അത്ര ഓക്കെയൊന്നും അല്ല. അപ്പം മീൻ കറി ഉള്ളത് ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ വേറെ മീൻ ചാള കുറച്ച് വറുക്കാൻ മുളകൊക്കെ പുരട്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ വറുത്ത് ചെറുപയറും കൂടെ മെഴുക്ക് പുരട്ടിയാക്കി. പിന്നെ അതും മതിയല്ലോ. മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാൻ മോക്ക് കൊടുക്കാനുള്ളത് ഇച്ചിരി വെള്ളവും ചോറും കൂടെ ആയിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി അങ്ങ് വാർത്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് പയറും കൂടെ മെഴുക്കാക്കി എടുക്കാം. ഏകദേശം 4-5 ബിസിലോളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെന്ത് കുഴഞ്ഞു പോകത്തില്ല. എനിക്കതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുന്നുണ്ട്. ഒപ്പം കറിവേപ്പിലയും ചതച്ച് വെച്ച് ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വെന്ത് വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് തട്ടി നല്ല രീതിയിൽ ഇളക്കി എടുക്കുന്നുണ്ട്. മോക്ക് എരിവാകാണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറും പിന്നെ മാങ്ങയച്ചാറും ചാള വറുത്തതും പയറ് മെഴുക്ക് പുരട്ടിയതും പിന്നെ നല്ല കഷ്ണം മീൻ വറ്റിച്ചെടുത്തതുമാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ. താങ്ക് യു, ബൈ. നല്ല വീഡിയോസുമായി വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.